കൊല്ലത്ത് പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയും അറസ്റ്റിലായി. കരിക്കോട് സ്വദേശി മുഹമ്മദ് റാഫിയാണ് കിളികൂലൂർ പോലീസിന്റെ പിടിയിലായത്. പൊറോട്ട നൽകിയില്ല എന്ന കാരണത്താൽ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഒരു പ്രതിയെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ആളെ എവിടെ നിന്ന് എപ്പോഴാണ് പിടികൂടിയത്? അമൃത, ഞായറാഴ്ച രാത്രിയാണ് ഈ കട അടയ്ക്കുന്ന സമയത്ത് അവിടേക്ക് എത്തി പെറോട്ട ആവശ്യപ്പെടുകയും ചെയ്തത്. ഒരു യുവാവാണ് അവിടെ ആദ്യമേക്ക് എത്തി പെറോട്ട വേണമെന്ന് പറഞ്ഞു. പക്ഷേ കട അടയ്ക്കുന്ന സമയമാണ്, പെറോട്ട എല്ലാം തീർന്നു എന്ന് പറഞ്ഞെങ്കിലും അവിടെ ബഹളമുണ്ടാക്കി. തുടർന്ന് സുഹൃത്തിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായത്. ആ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള മങ്ങാട് സ്വദേശി നിഖിലേഷിനെ നേരത്തെ തന്നെ കിളികൂലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാം പ്രതിയായിട്ടുള്ള, അതായത് നിഖിലേഷ് വിളിച്ചു വരുത്തിയ സുഹൃത്ത് മുഹമ്മദ് റാഫിയാണ് കഴിഞ്ഞ ദിവസം കിളികൂലൂർ പോലീസ് പിടികൂടിയിരുന്നത്. ഈ സംഭവത്തിന് അതായത് നിഖിലേഷ് അറസ്റ്റിലായതിന് പിന്നാലെ ഒളിവിൽ പോയ മുഹമ്മദ് റാഫിയെ ആ സ്ഥലത്ത് നിന്നും പിടികൂടി എന്നുള്ള വിവരമാണ് കിളികൂലൂർ പോലീസ് നൽകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, കടയിലേക്ക് വരികയും അവിടെ തർക്കമുണ്ടാക്കി തുടർന്ന് പെറോട്ട ലഭിക്കാതെ വന്ന ഒരു അവസരത്തിലായിരുന്നു കടയെ ആക്രമിക്കുക. ഒപ്പം തന്നെ കടയുടമയുടെ തലയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി കിളികൂലൂർ പോലീസ് നൽകുകയും കിളികൂലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിയുകയും പ്രതികൾ രണ്ടുപേരെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ശരി ലിജോ.